എബ്രഹാം ഓസ്ലർ, ഡയറക്റ്റഡ് ബൈ മിഥുൻ മാനുവൽ തോമസ്. അപ്പോൾ നമ്മൾ മിഥുൻ മാനുവൽ തോമസിൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സിനിമയിൽ നമുക്ക് കുറച്ചുകൂടെ സ്ലോ പേസിൽ കൈയടക്കത്തോടു കൂടി പടത്തിന് എന്താണോ വേണ്ടത് ആ രീതിയിൽ പടം മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ നമ്മൾ കുറേ സർപ്രൈസൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് ഇതിൻ്റെ ടീം ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സർപ്രൈസ് അതിനകത്തുണ്ട്. അതിലോട്ട് പിന്നെ വരാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഇതല്ല. നമുക്ക് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 5-ാം പാതിര ടൈപ്പ് നമുക്ക് കൊലപാതകങ്ങൾ നടക്കുന്നു, ആരാണ് എന്താണെന്ന് നമ്മളിങ്ങനെ തേടി പറക്കി നടക്കുന്നു, അതാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഇതായിട്ട് പോകണ്ട, അതിൻ്റെ കൂടുതൽ സിനിമയിലെ കഥയും ഇതൊന്നും നോക്കി പോകണ്ട. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് കുറച്ച് സ്ലോ പേസാണ്, ക്ലൈമാക്സ് കൊള്ളാം. അങ്ങനെ നല്ലൊരു പടമാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഒരു ഡ്രാമ, ക്രൈം ഡ്രാമ അല്ലെങ്കിൽ മെഡിക്കൽ ത്രില്ലർ എന്ന് പറയാൻ പറ്റുന്ന ഒരു 100% അതിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു സിനിമയാണ്.